നമസ്കാരം സുഹൃത്തുക്കളെ. ഇറാനിലെ കമേനി യുഗം അവസാനിച്ച പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് യുഗവും അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള സഹോദരങ്ങൾ ഒരു ലൈക്ക് അടിച്ച്, വിദ്യാഭ്യാസവും യുക്തിബോധവുമില്ലാത്ത ഒരു കൂട്ടം നേതാക്കന്മാർ വന്നപ്പോൾ അധംപതിച്ചു പോയൊരു പാർട്ടി, ആരോഗ്യമന്ത്രി അവരെവിടെ നിന്നാലും തോൽക്കണം എന്ന് ആഗ്രഹിക്കാത്തൊരു മലയാളി, ശരാശരി മലയാളി ഉണ്ടോ ഇന്ന് കേരളത്തിൽ? എനിക്ക് മോഹൻലാലിനെ പറ്റി ഓർക്കുമ്പോൾ പുച്ഛം തോന്നുകയാണ്. ആ വ്യക്തി പണത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ളത് ബിഗ് ബോസിലൂടെ തെളിയിച്ചതാണ്. ഞാൻ കൂടുതലൊന്നും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ 10 വർഷമായി കേരളത്തെ 20 വർഷത്തിൻ്റെ പുറകിലോട്ട് കൊണ്ടുപോയ പാർട്ടിയെ ഇന്ന് കമേനി യുഗം അവസാനിപ്പിച്ചപ്പോൾ നിങ്ങൾ തള്ളിക്കളയണം. ഇവരുടെ ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ? അതായത് എന്ത് പിടിക്കപ്പെട്ടാലും, എന്ത് കേസുകൾ പിടിക്കപ്പെട്ടാലും താത്വികമായിട്ടുള്ള അവലോകനമാണ്. വൈകുന്നേരം വന്നിരുന്ന ക്യാപ്സ്യൂളുമായിട്ട് വന്ന അവലോകനം, താത്വിക അവലോകനം. സഹിക്കാൻ പറ്റില്ല. ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ചെറുപ്പകാലഘട്ടത്തിൽ ബാലസഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു കൂട്ടം ആളുകളെ, കുട്ടികളെ ചേർക്കുക, ബ്രെയിൻ വാഷ് ചെയ്യുക, അവരുടെ പാർട്ടിക്ക് അനുയോജിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. VS അതുപോലെ നായനാരൊക്കെ തീർന്നോടെ ഈ പാർട്ടിയുടെ ക്വാളിറ്റി പോയിരിക്കുകയാണ്. എന്ത് കണ്ടാണ് മലയാളികൾ കഴിഞ്ഞ 5 വർഷത്തോടല്ലേ? അതായത് പലിശ നിങ്ങൾ കൊടുക്കുന്ന, ഇന്ന് കേരളത്തിൽ കൊടുക്കുന്ന പലിശ, അതായത് നമ്മൾ എടുക്കുന്ന ഈ കടമെടുപ്പിൻ്റെ പലിശ എത്രയാണെന്ന് ശരാശരി മലയാളിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ഈ മന്ത്രിസഭയിൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് യുവജനങ്ങൾക്കും, ഞാൻ മോഹൻലാലിൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ, 20 എന്നുള്ള ഇന്റർവ്യൂ, സാറ് കർക്കശക്കാരനാണ്, മലയാളി, ശരാശരി മലയാളി കേൾക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നത്. ഇന്ന് മലയാളി യുവത്വം അല്ലെങ്കിൽ മലയാളി ശരാശരി നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് എങ്ങനെയായിരിക്കും സാർ 5 വർഷം കൊണ്ട് കൈകാര്യം ചെയ്യാൻ, സാറിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അടുത്ത മുഖ്യമന്ത്രി സാറാണെങ്കിൽ ഇന്ന് യുവജനതയെ എങ്ങനെ പിടിച്ചുവരാൻ സാധിക്കും? പേരക്കുട്ടികളുമായി സാറെങ്ങനെ? ആ മനുഷ്യന് നാണമുണ്ടോ? ഉണ്ടാക്കിയില്ലേ, കോടികൾ ഉണ്ടാക്കി എന്നതിൻ്റെ അറിവില്ല മോഹൻലാൽ. നാണമുണ്ടോ ആ മനുഷ്യന്? ശരിയായിരിക്കും, അതിൽ ആനക്കൊമ്പ് കേസ്, ഹേമ കമ്മിറ്റി കേസൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെ കേസുകളിലേക്ക് ഒത്തുതീർപ്പുണ്ടാവും, പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ ലാലേട്ടൻ എന്ന വാക്കും കൊണ്ട് എന്നെ വിളിപ്പിക്കരുത്. ദയവ് ചെയ്ത് താങ്കൾക്ക് ഇനി ഇത്തരത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത്. മലയാളികൾ ഈ ചിന്തിക്കണം. ഈ വരാമൂന്ന് ഇലക്ഷനിൽ, അതായത് ഇതുപോലുള്ള പാർട്ടികൾ, ഞാൻ ആരെയും കുറ്റം പറയില്ല, കോൺഗ്രസും മോശക്കാരൊന്നുമല്ല, എന്നാൽ തമ്മിൽ ഭേദം എന്നൊരു പക്ഷെ പറയാൻ സാധിക്കുമായിരിക്കും. ഈ ഒന്ന് BJPക്ക് വരാൻ സമ്മതിക്കില്ല, കാരണം വർഷങ്ങളെടുക്കും, BJPയുടെ സംഘടന കയറി വരുന്നേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ ഈ കമേനി യുഗം, 40 വർഷത്തെ യുഗം അവസാനിപ്പിച്ച് ട്രംപ് വേണ്ടി വരുമോ? ട്രംപ് പറയുകയില്ല, നമുക്ക് മലയാളികൾ നമുക്ക് ചിന്തിച്ചുകൂടെ? എന്ത് ആഭാസമാണ് ആ സ്ത്രീ അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഒരു വിദ്യാഭ്യാസമാണ്, വിദ്യാഭ്യാസം ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ കാണിച്ചിരിക്കുകയാണ്. അതായത് ഇവരുടെ യുവ നേതാക്കന്മാർ, അതായത് ഇനിയെങ്കിലും ജനങ്ങളെ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള നിങ്ങൾ കഴിഞ്ഞ 5 വർഷം ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, അതായത് ഇവിടുത്തെ കുട്ടികൾക്ക്, അതായത് ഈ എന്താന്ന് പോലും ഈ AI കാലഘട്ടം എന്ന് പറയുന്ന വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ ഒരു കോളേജിൽ ഒരു കോഴ്സ് പോലും ആരംഭിക്കാൻ പറ്റുമോ? എന്നിട്ട് മാമ്പഴം തിന്നുന്നതിനെ പറ്റിയൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. ഒരുതരം ഇങ്ങനെ ജനങ്ങളെ മണ്ടന്മാരാക്കി എത്ര കാലം മലയാളികൾ നിങ്ങൾ ഈ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും? കാരണം നിങ്ങൾ ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ഈ NRIs ഇല്ലെങ്കിൽ, അതായത് ഈ കേരളത്തിൻ്റെ മാറ്റങ്ങൾ വരുന്ന മിഷണറിമാർ, ചട്ടമ്പി സ്വാമികൾ, ഗുരുജി, അതുപോലുള്ള ആളുകളിലായിരുന്നെങ്കിൽ ഈ കേരളം എന്തായിത്തീരും നിങ്ങൾക്ക് അറിയാമോ? ഈ പുറത്തെ അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് ദേശങ്ങളിലേറെ എന്തെടുത്ത് നിങ്ങൾ ജീവിക്കും? നിങ്ങൾ ഇന്ന് പുറത്തേക്ക് പോകുന്ന തലമുറയെ പിടിച്ചു നിർത്താൻ എന്ത് സാധിക്കും? എന്ത് പിടിച്ചാലും ഭയങ്കര താത്വിക അവലോകനം, ഒരു രക്ഷയിലവന്മാരെ കുറിച്ച്. ഇനി യുക്തിബോധമില്ലാത്ത നേതാക്കന്മാരില്ലാത്തൊരു പാർട്ടിയാണ്. നിങ്ങൾ അറിഞ്ഞ് അടുത്ത ഇലക്ഷനിൽ വോട്ട് ചെയ്യുക.